വയനാട് മൂന്നാനക്കുഴിയിലെ ഒരു കടുവ കിണറ്റിൽ വീണിട്ടുണ്ട്. കാക്കനാട് ശ്രീനാഥിന്റെ വീട്ടിലെ കിണറ്റിലാണ് ഈ കടുവ വീണത്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ആ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. കമലിലേക്ക് പോവുകയാണ്. കമൽ, ഇത് എപ്പോഴായിരുന്നു സംഭവം? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വയനാടിന്റെ ഉറക്കം കെടുത്തി ജനവാസ മേഖലയിൽ കറങ്ങി നടന്ന ആ കടുവ തന്നെയാണോ ഈ കിണറ്റിൽ വീണിരിക്കുന്നത്? സേതുലക്ഷ്മി, ഇന്ന് രാവിലെയാണ് ഈ കടുവ കിണറ്റിൽ വീണ വിവരം അറിയുന്നത്. മോട്ടോർ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് വീട്ടുടമസ്ഥർ നോക്കാൻ പോയപ്പോഴാണ് കടുവ കിണറ്റിൽ കിടക്കുന്നതായി കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഈ മൂന്നാനക്കുഴി വനമേഖലയിൽ നിന്ന് അധികം ദൂരെയുള്ള സ്ഥലമല്ല. നേരത്തെ കടുവയെ കൂടുവെച്ച് പിടികൂടിയ കൃഷ്ണഗിരി, അതുപോലെ വാഗേരി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ മൂന്നാനക്കുഴിക്ക് അടുത്തുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കടുവയുടെ സാന്നിധ്യം മുൻപും ഉണ്ടാകാറുണ്ട് വനത്തോട് ചേർന്നൊക്കെ. എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഈ ഭാഗത്തു നിന്ന് കടുവയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെ വേട്ടയാടിയ സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അത്തരത്തിൽ ഒന്നും വനംവകുപ്പിനും അത്തരമൊരു വിവരം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ എന്തായാലും കിണറ്റിനകത്താണ് ഇത്തരത്തിൽ ഈ കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങോട്ട് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തിരിച്ചിട്ടുണ്ട്. എന്തായാലും മയക്കുവേടി വെച്ച് കടുവയെ പുറത്തെടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്.